അപ്പൊ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്റെ കൂടെ പിന്നെ അറിയാലോ, പിന്നെ എറണാകുളത്ത് വന്ന് ഏറ്റവും അധികം നമ്മുടെ നിഷാനാണുള്ളത്. അടുത്ത ആള് വന്നിട്ടുണ്ട്, അവന്റെ കയ്യിൽ മൊബൈല്. ഈ മൊബൈൽ അതെ സായി എത്തി രാവിലെ. എടാ നീ പിന്നെ ഹെയർ സ്റ്റൈൽ മാറ്റിയാ? കളർ ചെയ്തില്ലല്ലോ. സംഭവം വളരെ നൈസാണ്. നമ്മുടെ ഫിറോസിക്കാൻ വെളി കാണിക്കേ. ഇനി സായിയുടെ കൂടെ വന്നിട്ടുള്ള സായിയുടെ ഭാര്യ സ്നേഹ. ഞങ്ങള് ഇവിടെ വന്നിട്ട് പിന്നെ വേറെ എന്ത് ചെയ്യാനാ? കൂടെ രണ്ടാ അവലതുണ്ട്. അതെന്ത്? അയ്യോ കാണുന്നില്ല. നിന്റെ മുടിയാണോ? ഇത് ഞാൻ കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കളർ ആഡ് ചെയ്യുന്നതിനകത്ത് ഇതിനകത്ത് നേരെ കാണാൻ വയ്യ. എവിടെ കളർ ചെയ്തിരിക്കുന്നത്? ആ ഇപ്പൊ കാണാം. വെയിലടിക്കുമ്പോ കാണാം. നീ വെയിലത്ത് ഇറങ്ങിക്കണേ. നീ സ്ഥിരമായിട്ട് വെയിലത്ത് ഇറങ്ങിയെന്നാൽ കാണാൻ പറ്റും. നമ്മുടെ സായി വന്നിട്ടേ സായിയുടെ വൈഫ് സ്നേഹയെ കണ്ടു. പക്ഷെ സ്നേഹയുടെ കൂടെ അവിടെ 2 ആൾക്കാരുണ്ട്. കാരണത്തിരുന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ ചില. ഇത് സ്നേഹയുടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് വേനൽ തറച്ചായിട്ട്. ഇത് അലവലാതി. ഇറങ്ങ മോനെ മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഇടാൻ അന്ന് ഫോൺ കാണിച്ച് ഒരു ഉളിയും ചുറ്റി എടുത്തിട്ട് ഞങ്ങളത് കൊത്തി എടുക്കട്ടെ. അതെ മുഖത്തൊന്ന് കൊത്തി ഇങ്ങോട്ട്. എന്റെ ദൈവമേ ഇത്രയും ഇത് എന്ത് കാണിച്ച് നോക്കട്ടെ. ദൈവമേ ഇതിന്റെ പൂഴിയാ, മുഖത്ത് പൂഴി അടിച്ചേക്കുന്നത്. ഇത് പിന്നെ വൈറ്റ്. ഇത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഛർദിച്ച ഗർഭവാ? അല്ല ഛർദിച്ചെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചത്. ആര് വണ്ണം വെക്കാൻ? പിന്നെ ഞാൻ പിന്നെ ബിഗ് ബോസിൽ കിടന്ന പോലെ ഇപ്പൊ ഇനി ഭക്ഷണമൊന്നും കിട്ടാണ്ട് അവിടെ കിടന്നാൽ മതിയോ? വണ്ണം വെച്ചു. ആര് വണ്ണം വെക്കണ്ട? 2 കിലോ കൂടിയുള്ള അവിടെ വന്നിട്ട് തിരിച്ചു വന്നിട്ട്. നമ്മുടെ നിഷാനയ്ക്ക് നിങ്ങൾ എവിടെ ഡ്രസ്സ് കൊണ്ടുവന്നേ? എല്ലാ ഓസല്ലേ? എല്ലാ ഓസാണ്. അത് ഞങ്ങള് കുറച്ച് മാറവിടുന്ന് ഇങ്ങോട്ട്. തൃശ്ശൂരിന്റെ ഐശ്വര്യം ഇങ്ങോട്ട് മാറിയുന്നേ. തൃശ്ശൂരിന്റെ കാണിച്ചതേ. തൃശ്ശൂരിന്റെ ഐശ്വര്യത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം നാട്ടുകാരെ. എന്റെ പൊന്നെ ആക്ച്വലി ഇപ്പൊ ഇവർക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു. ഇവിടെ വലിയ കാര്യത്തിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഡ്രസ്സ് മാറ്റാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിന് എന്തില്ല, പാൻറില്ല. അത് സൂപ്പർ. എടി ഞാൻ ഇട്ട് നോക്ക്. എടി രസമായിരിക്കും. പാൻറിന് ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റൈലായിരിക്കും. അടിയിൽ നിന്ന് കാറ്റടിച്ച് നമുക്ക് വേണം പൊക്കിയ. സന്ധ്യ ഞങ്ങളുടെ സീസണെ പറ്റിയുള്ള അഭിപ്രായം പറ. സീസൺ 6 അല്ലല്ല അങ്ങനല്ലേ. ഞങ്ങളുടെ സീസണെ പറ്റി എന്തെങ്കിലും സീസൺ 6നെ പറ്റി ഒറ്റ വാക്ക് എന്താണ്? സീസൺ 6 അല്ല, സീസൺ 6നെ പറ്റി ഒറ്റ വാക്കി പറ. അത് നിന്നെ കാണാൻ സമയം കിട്ടിയിട്ടില്ല. അവിടെ അപ്പോൾ 2 ആഴ്ച അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം നീ ഈ 2 ആഴ്ചക്കുള്ളിൽ ആ സമയം കിട്ടൂല അല്ലേ? സന്ദേശ് പറ. റാണി ഈ സ്ഥാനത്തിന് അടക്കിയിരുത്തു. 2 ആഴ്ച ഉണ്ടായിരുന്നു അതിനകത്ത് 2 ആഴ്ച ഉണ്ടായിട്ട് പിന്നീട് നാട് ചുറ്റാൻ വേണ്ടി പോയി. ഓക്കെ, ഞങ്ങളുടെ സീസണെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞേ. ഒറ്റ സെന്റൻസ് സീസൺ 6നെ പറ്റി പറ. ബിഗ് ബോസ് അടിപൊളി. അതല്ല, സീസൺ 6നെ പറ്റി മാത്രം. എന്നാ പോട്ട് ഗോപിക നീ പറ. സീസൺ 6നെ പറ്റി ഒറ്റ വാക്കിലൊരു അഭിപ്രായം പറഞ്ഞേ. ഞങ്ങളുടെ സീസണെ പറ്റിയുള്ള ഒറ്റ വാക്കിൽ എന്താണ് ഞങ്ങളുടെ സീസണെ പറ്റി പറയാനുള്ളത്? നീ പറ. സീസൺ 6നെ പറ്റി ഒറ്റ വരി പറ. ഞാനിത് എയറിലിടുവേ. ഇനി പറ. ഏത് സീസൺ 6 ഒന്നുകൂടെ കാശിന് വേണ്ടി മിണ്ടാതിരിക്കുന്നതല്ല ഭൂലം കൂടെ ചേച്ചി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. സീസൺ 6നെ പറ്റി ഒറ്റ വാക്കിൽ ഒരു ആൻസർ പറ. സീസൺ 6നെ പറ്റി ഒറ്റ വാക്കിൽ. നല്ല അല്ല, അതാ ഒറ്റ വാക്കിൽ അത്രേ ഉള്ളൂ. എയറിൽ പോണ്ട. ഓക്കെ, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സീസൺ ആയിരുന്നു. പക്ഷേ സീസൺ 6 താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും. മൊത്തത്തിൽ സീസൺ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല മക്കളാണ്. അതിലൊരു മകൻ ഞാൻ. ഓക്കെ സജിന പറ ഞങ്ങളുടെ സീസണെ പറ്റി ഒറ്റ വാക്കിൽ.
എന്നെ മാറ്റി നിർത്തിയിട്ട് വേറൊരു പൊളിയെ പറ്റി പറ. എന്നെ മാറ്റി നിർത്തി രണ്ടാമത്തെ പൊളി ആരാ? രണ്ടാമത്തെ പൊളി അനു ബ്രോ, രഘു ബ്രോ, ഞങ്ങളുടെ സീസണെ പറ്റി ഒറ്റ വാക്കിൽ എന്താ? സീസൺ 6 പറ്റി ഒറ്റ വാക്കിൽ ചുമ്മാ. ഇല്ല നിങ്ങൾ പറയണം എന്തോ. പിന്നെ ഉച്ചഭക്ഷണമാണ്. റസ്മിൻ ഭക്ഷണം നീ എടുത്തില്ലേ? ഫുഡ് എടുത്തില്ലേ? ഒള്ളി സൂപ്പ്. അപ്സരമോൻ എങ്ങനെയുണ്ട് ഫുഡ്? ആണല്ലേ. ബീബി കിട്ടുന്ന ഫുഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നന്ദനെ വാള് വെച്ച് കിടന്നല്ല പറഞ്ഞത്. ഇവിടെ മഴയില്ലാത്ത വെട്ടിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ വന്നിട്ട്. നീ എന്താ കഴിച്ചേ? സ്നേഹ ഇവിടെ നുഴഞ്ഞു കയറി വ്ലോഗ് എടുക്കുന്നുണ്ട് അതിന്റെ ഇടക്കൂടെ. പാവങ്ങൾക്ക് ജീവിക്കണ്ടേ. ഇപ്പൊ സീസൺ 1 മുതൽ 6 വരെയുള്ള ആൾക്കാരുടെ മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും സീസൺ 6 ആൾക്കാരെ മാത്രമാണ് ഈ ടേബിളിന് ചുറ്റുമുള്ളത്. ഇടക്ക് വലിഞ്ഞേറി സ്നേഹം വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, സായ അകത്ത് മത്സരിച്ചെങ്കിലും പുറത്ത് സായനെ ഏറി കയറ്റി വിടാൻ മെയിൻ ആയിട്ട് മത്സരിച്ച ഹനാൻ. വാ ഇങ്ങോട്ട് വാ. 5 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോര്. വാ 5 വാ. ഇല്ല വാ പാലൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. വാ. അങ്ങനെ സീസൺ 5 ഹനാൻ ഇറങ്ങി വാ പെണ്ണ ഇങ്ങോട്ട്. മോനെ ഹനാൻ കുട്ടാ നീ പോയി പെട്ടെടുത്തോണ്ട് വാ. കുട്ടാ മോനെ മോനെ യാ അല്ല വരാന്ന് മെനു. ഞാൻ എന്റെ മെനു അതെന്റെ മെനു. ഞാൻ എന്റെ മെനു പറയാം. എന്റെ മെനു കാണിക്കട്ടെ. ഞാൻ എന്റെ മെനു കാണിക്കാം. അപ്സര എന്റെ മെനു കാണണ്ട. അതെന്താ? അതെന്താ എന്റെ മെനു കണ്ടാല്? സായി നീ നിന്റെ മെനു കാണിക്ക. ഞാൻ എന്റെ മെനു കാണിക്കാം. വേണ്ട മെനു വേണ്ട. റസ്മിന് മെനു വേണ്ട. വീട്ടിൽ തീയില്ലെങ്കിൽ ഞാൻ വരാൻ. അതെ ചായ കണ്ടിട്ട് നമ്മൾ ജാസ്മിനെ കൊണ്ടുപോയാൽ മതി. ജാസ്മിന്റെ ചായ നമ്മുടെ നോറ കൂടെ വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോറന്താ ഞാന്. ശോഭേച്ചി സൗന്ദര്യത്തിന്റെ രഹസ്യം പറയൂ. പറ ഒന്നുകൂടെ ആ കണ്ണ് കാണിക്ക്. ലെൻസ് ഇത് കണ്ണോ കാന്തമോ എന്ന് കമന്റ് ഇടണേ. കണ്ണോ കാന്തമോ. ശോഭ ബാക്കി എല്ലാരും ഇവിടെ ഫുഡ് അടിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഫുഡ് അടിക്കുന്ന ആൾ നമ്മുടെ അമ്മ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ അമ്മ. കുറച്ചൊക്കെ ഫുഡ് കഴിച്ചില്ലേ? രണ്ട് ബൗള് സൂപ്പ് കഴിച്ചു. ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ 8 കിലോ ഇപ്പൊ കൂട്ടിയതോ കൂട്ടിയതാണ് കൂടിപ്പോയതാ. ഒടുക്കത്തെ ഫുഡടി മറി അടുത്തുനിന്ന് ഞാൻ പറയാം. ഒരു പിഞ്ചു കുട്ടിയുടെ ഒരു സങ്കടം അറിയിക്കാനായിട്ടാണ് നമ്മളിപ്പോ വീഡിയോയുടെ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതാണ് ആ പിഞ്ചു കുട്ടി. നോക്ക്, ഈ പിഞ്ചു കുട്ടിക്ക് ഇപ്പൊ തെറി കമന്റ്സ് വരുന്നതായിരിക്കും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അല്ല അതിന് ഞാൻ അതെ അതായത് എന്താ ആവശ്യം? എന്താ തെങ്ങളുകുട്ടിക്ക് ഒരു ഐഫോൺ പദ്ധതി. അവൾ എയറിൽ പോട്ടെ. നമ്മുടെ ബോയ്സിന്റെ ഗ്യാങ് ഒരു വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ. നീ പോയിയാ? എനിക്ക് ഹൗസിൽ വെച്ച ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ചായ ജാസ്മിൻ ഒരു ചായ. ഹായ് നമ്മുടെ ടീംസ് എല്ലാം അവിടെ ഉണ്ട്. എടി ഒരു ചായ വേണം. നിനക്ക് ചായ അതെ എടുത്തോ, എഞ്ചിനിൽ എടുത്തോളൂ. അവിടെ പോയിരിക്കട്ടെ. ചായക്ക് തീയില്ലേ പറഞ്ഞാൽ മതി. തീ ഞാനിട്ട് തരാം.
തീ ഞാനിടുന്നു. പ്രോട്ടീൻ റിച്ച് ചായ. നീ ആത്മഹത്യടാ. എന്താ കുട്ടാ നിനക്ക് പറ്റിയത്? മോനെ 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 ബിഗ് ബോസിലെ യോ നീ എന്താ ഇവിടെ ഡാ. കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത് ഇപ്പോൾ 15% എക്സ്ട്രാ. നിങ്ങളുടെ രഹസ്യ സംഭാഷണം ഞാൻ ചോർത്തട്ടെ.